ഹലോ ചങ്ങായിമാരെ, ദിസ് ഇസ് മീ വണ്ടർവാസ്. വെൽക്കം ടു വണ്ടർവാസ് വ്ളോഗ്സ്. അപ്പോ ചങ്ങായിമാരെ, നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവല്ലോ, കൽക്കി 2898 AD റിലീസായിരിക്കുന്നു. ഭാഗ്യത്തിന് പേര് തെറ്റിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നലെ വൈകുന്നേരം ഒരു 6 മണിത്തെ ഷോന് ഇവിടുന്ന് കണ്ണൂർ സവിത തിയേറ്ററിൽ നിന്ന് കണ്ടു. ഓക്കെ, അപ്പൊ ഈ വീഡിയോ അതിനെ പറ്റിയുള്ള റിവ്യൂ ആണ് ഗൈസ്, റിവ്യൂ. ഓക്കെ, അപ്പോൾ റിവ്യൂയിലേക്ക് പോകുന്നതിന് മുമ്പേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, പിന്നെ ബാക്കി ഫോർമാലിറ്റീസ് എല്ലാം ചെയ്ത് വെക്കുക. ഇനി ഇതുപോലത്തെ വീഡിയോസ് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ദിസ് ഇസ് മീ വണ്ടർവാസു. വെൽക്കം ടു വണ്ടർവാസു വ്ളോഗ്സ്. അപ്പോ കൽക്കി എന്താ പറയാന്നറിയില്ല ഗൈസ്. ഞാൻ ഇന്നലെ രാത്രി വന്നിട്ട് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചത്, പക്ഷെ എന്റെ അവസ്ഥ അങ്ങനെ ആയിരുന്നില്ല. എന്താ പറയുക, നമ്മൾ ഈ കോരിത്തെരിച്ച് നിൽക്കാന്നൊക്കെ പറയില്ലേ, ആ ഒരു ഫീലിലുണ്ടായ ഗംഭീര പടം എന്ന് പറഞ്ഞാൽ ഗംഭീര പടം. കാരണം നമുക്ക് എന്താ പറയുക, അത് വേറെ സംഭവം, ഒരു വേറെ തന്നെ യൂണിവേഴ്സ് അവിടെ ക്രിയേറ്റ് ആയി ഒന്നാമത്. പിന്നെ രണ്ടാമത് എന്ന് പറഞ്ഞാല് ഈ ഒരു സിനിമ നമുക്ക് ബാഹുബലി, RRR, അതായിട്ട് കൽക്കി ആ ഒരു സ്ഥാനം കൊടുക്കാം. എൻ്റെ പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ മറ്റ് രണ്ടെണ്ണത്തിനെക്കാട്ടി എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ട്, കുറച്ചും കൂടി മാസും, കുറച്ചും കൂടി എന്താ പറയുക, ഒരു ത്രില്ലൊക്കെ ഉള്ള ഒരു സിനിമയായിട്ട് ഇപ്പോൾ കൽക്കിയുള്ളത്, അങ്ങനെ വേണമെങ്കിൽ പറയാം. പിന്നെ ആക്ടിന്റെ കാര്യം വരുമ്പോഴത്തേക്ക് എന്താ പറയുക, ഒരുപാട് ക്യാമിയോസ് ഉണ്ട് കേട്ടോ, ഒരുപാട് ക്യാമിയോസ്. നിങ്ങളിപ്പം സോഷ്യൽ മീഡിയയിൽ അറിയുന്നുണ്ടാവില്ല, ഒരുപാട് ക്യാമിയോസ് ഉണ്ട്. ഈവൻ നമ്മളെ മലയാളത്തിന്റെ DQ വരെ അഭിനയിക്കുന്നുണ്ട് അതില്. അത് പ്രഭാസ് സാർ എന്ന് പറഞ്ഞാൽ ഇതില് ട്വിറ്ററിൽ പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു, എന്താ പറയുക, DQ സാർ ഇങ്ങനെ അഭിനയിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പം ഇവരൊക്കെ ക്യാമിയോസ് ഇതിൽ കാണാൻ പറ്റും. ആ ക്യാമിയോ അവർക്ക് കൃത്യം പ്ലേസ്ഡാ. കൃത്യം പ്ലേസ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് അവര് ചെയ്ത് അടിപൊളിയോ അങ്ങനെ പ്ലേസ് ചെയ്ത് വെച്ചിട്ടല്ല ക്യാമ്. എന്താ പറയാ, അത് പോട്ടെ, മറ്റേ മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ട് സെലക്ട് ചെയ്തത് എന്താ പറയുക, പ്രഭാസ് സാർ, പിന്നെ അമിതാഭ് ബച്ചൻ സാർ, പിന്നെ ദീപിക പടുക്കോൺ മാം, കമൽഹാസൻ സാർ, പിന്നെ അങ്ങനെ മറ്റേ വില്ലനായിട്ട് അഭിനയിച്ച മൂപ്പര് പേരെനിക്കറിയില്ല, പിന്നെ ശോഭന മാം. ഇവരൊക്കെ പ്രധാന ക്യാരക്ടേഴ്സായി സിനിമയിൽ വരുന്നവരൊക്കെ എന്താ പറയുക, സെറ്റ് എന്നൊക്കെ പറഞ്ഞ സെറ്റ്. പിന്നെ മലയാളത്തിൽ നിന്ന് രണ്ടുപേരുള്ളത്, ഒന്ന് അന്നാമൻ, പിന്നെ DQ സാർ പറഞ്ഞത്. അപ്പൊ അവര് എന്താ പറയുക, ക്യാരക്ടർ സ്കെച്ചും അതും അടിപൊളിയായിരുന്നു. എന്താ പറയുക, വെൽ പ്ലേസ്ഡ് ക്യാരക്ടർ സ്കെച്ച്. ഒന്നാമത് സിനിമയിൽ പറഞ്ഞത് വെൽ പ്ലേസ്, അതായത് കൃത്യം ആരൊക്കെ എന്തൊക്കെ റോള് ചെയ്യണമെന്ന് എന്താ പറയുക പ്രിപ്പയർഡ് ആയ പോലെയായിരുന്നു ആ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തത് സ്ക്രിപ്റ്റിന് ഗംഭീര, ഓരോ സീനിന്റെ പ്ലേസ്മെന്റും, അതായത് ക്രോസ് സീൻസ് ഒക്കെ വരുന്നുണ്ട് അതിനകത്ത്. ആ ക്രോസ് സീൻസ് ഒക്കെ പക്കയായിട്ട് അവർ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതായത് നമുക്ക് കാണുമ്പോൾ നമുക്ക് ലാഗ് അടിപ്പിക്കും. ചില സീൻസിൽ എന്താ പറയുക, സീനൊക്കെ കാണുമ്പോൾ ക്രോസ് സീൻസ് വെക്കുമ്പോൾ നമുക്ക് ശരിക്കും ഒരു ഉൾക്കൊള്ളാൻ കഴിയില്ല. പക്ഷെ ഇത് അങ്ങനെ, ഇത് ആ ഒരു നല്ല സ്മൂത്തിൽ ആ സീൻസ് ഒക്കെ പോകുന്നുണ്ട്. വെൽ പ്ലേസ്ഡ് സ്ക്രിപ്റ്റാണ്. പിന്നെ ഡയലോഗ്സ് ആണെങ്കിൽ എന്താ പറയുക, തെലുങ്കില് ഡയലോഗ്സ് കുഴപ്പമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ മലയാളത്തിലെ കണ്ടേ, അതുകൊണ്ട് ചില ഡയലോഗ്സ് ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഊക്കുന്ന പോലെ തോന്നും. മനസ്സിലായി, നമ്മൾ ഇപ്പൊ സ്ഥിരം ആൾക്ക് ചങ്ങായിമാരൊക്കെ ഊക്കുന്നില്ലേ, അതുപോലത്തെ ഒരു ഡയലോഗ്സ് ആണ് മലയാളത്തിലുള്ളത് ബേസിക്കലി. അത് ചിലപ്പോൾ ഡബിങ്ങിൽ വന്ന മിസ്റ്റേക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ഡബ് ചെയ്തു, അല്ലെങ്കിൽ ആ ഒരു ട്രാൻസ്ലേഷൻ വന്ന സമയത്ത് അതിന് സൂട്ടബിൾ ആയ ഡയലോഗ്സ് എഴുതുമ്പം വന്നതായിരിക്കാം. എനിവേസ് മലയാളം അടിപൊളിയായിരുന്നു, കുഴപ്പമില്ല. ബാക്കി റിവ്യൂസിൽ പറഞ്ഞു കേട്ടോ, പിന്നെ അത് തെലുങ്കിലാണ് കാണേണ്ടതെന്ന് കേട്ടിട്ടുണ്ട്. തെലുങ്ക് ആവുമ്പം സെറ്റ്, അതിന്റെ ഒരു കറക്റ്റ് ഡയലോഗ് പ്ലേസ്മെന്റ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞത്. അടുത്തത് വേൾഡ് ബിൽഡിങ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ നമ്മൾ ഈ ഭൂമിയിൽ ചുറ്റും എന്ന് പറഞ്ഞ ഒരുപാട് സ്റ്റോറീസ് ഉണ്ടാക്കിയിടുന്നുണ്ട് അല്ലേ. ഇപ്പം LCU നമ്മൾ ഇതേ ഭൂമിയിൽ നടക്കുന്ന ഒരു കഥയാണ്. പിന്നെ അവെഞ്ചേഴ്സ്, എൻഡ് ഗെയിം, അതൊക്കെ ഈ ഭൂമിയിൽ നടന്ന സ്റ്റോറിയാണ്. കൽക്കി ഇതേ ഭൂമിയിൽ നടക്കുന്നത്, പക്ഷെ ഫ്യൂച്ചറിൽ നടക്കുന്ന സ്റ്റോറി. അത് ആ ഒരു വേൾഡ് ബിൽഡിംഗ് ഉണ്ട്, അത് സെറ്റായിട്ട് അവർ ബിൽഡ് ചെയ്തിന്. അതായത് നമുക്ക് കാണും, നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോവും. അതായത് ഭൂമിക്ക് അങ്ങനെ ആവാൻ പറ്റും, മനസ്സിലായി, എവിടെ ഒരു മിസ്റ്റേക്ക് ആയിട്ട് തോന്നില്ല, ഭൂമിക്ക് അങ്ങനെ ആവാം. അതവിടെ എന്താ പറയുക, പ്രൂവണാണ്. പിന്നെ എന്താ പറയുക, വേറെ എന്താ വെച്ചാൽ അടുത്തൊരു പോസിറ്റീവ്, കൾച്ചേഴ്സ് ഒത്തൊരുമയോടെ കാണിച്ചിട്ടുണ്ട്. അതായത് ലോകത്തിൽ എന്താ പറയുക, ഇത് ഹിന്ദു മിത്തോളജി ബേസ്ഡ് ചെയ്തിട്ടൊരു സിനിമയല്ല. ഇത് എന്താ പറയുക, ഓരോ മതത്തിലും അത് പറയുന്നുണ്ട്. അതായത് ഒരു അവസാനം വരും. ഇവൻ ക്രിസ്ത്യൻസ് പറയുന്ന ജഡ്ജ്മെന്റ് ഡേ, പിന്നെ ഈ പറഞ്ഞ മുസ്ലിംസ് പറയുന്ന പോലെ ദജ്ജാൽ ഇറങ്ങുന്നത്, ഹിന്ദുസ് പറയുന്നത് ഈ പറഞ്ഞ കൽക്കി, ബുദ്ധിസ്റ്റിൽ മൈത്രേയൻ, ഇവരൊക്കെ വരുന്നൊക്കെ പറയുന്നുണ്ട്. അത് ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി ലാസ്റ്റ് ഒരു അവതാരം ജനിക്കും, അല്ലെങ്കിൽ ലാസ്റ്റ് ഒരു ദിനം വരും എന്ന്. ഇതിൽ ഈ ഒരു കഥയില് എല്ലാ കൾച്ചേഴ്സും മിക്സ് ചെയ്തിട്ടാണ്. ഇതിനകത്ത് ഈ ഒരു കൽക്കി എന്ന് പറഞ്ഞ ഒരാള് ഹിന്ദു മിത്തോളജി വരുന്നതെന്ന് എവിടെ അവർ പറയുന്നില്ല.
എവിടെയും ആ ഒരു ഹിന്ദു മിത്തോളജിയിൽ നിന്ന് കുറച്ച് ക്യാരക്ടേഴ്സും പിന്നെ ഒരു ത്രെഡ് മാത്രമേ അവർ എടുത്തിട്ടുള്ളൂ. ആ ഒരു മിത്തോളജിയും പിന്നെ ഫിക്ഷൻ സ്റ്റോറിയും കൂടി കമ്പൈൻ ചെയ്തൊരു സിനിമയാണ് ഈ പറഞ്ഞ കൽക്കി. അത് വെൽ പ്ലേസ്, നമ്മുടെ സ്ക്രിപ്റ്റും സ്റ്റോറിയും വെൽ പ്ലേസ്ഡും വെൽ ബിൽഡാ. അത് പക്ക. അതിൻ്റെ എക്സ്ട്രാ ആഡ് ചെയ്യാനില്ല, കുറക്കാനില്ല. സെറ്റ് സ്ക്രിപ്റ്റ്. അതിനകത്ത് ഉൾപ്പെടെ ഈ പറഞ്ഞ എന്താ പറയുക ഈ മിത്തോളജിയും കാര്യങ്ങളൊക്കെ. കാരണം പല പല ആൾക്കാർ അഭിനയിക്കുന്നുണ്ട് അതിനകത്ത്. ഈവൻ എന്താ പറയുക പുറത്തിലെ ബോളിവുഡ് സിനിമയിലൊക്കെ എന്താ പറയുക ജൂനിയർ ആർട്ടിസ്റ്റ് അഭിനയിക്കുന്ന ആൾക്കാരുടെ രീതിയിൽ അഭിനയിക്കുന്നുണ്ട്. നല്ല എന്താ പറയുക ഒരുപാട് റോൾസ് ആൾക്കാർ ചെയ്യുന്നു. ഒരുപാട് തരം ഒരു വലിയ സ്റ്റാർ കാസ്റ്റ് ഇതിന്റെ ബാക്കിലുള്ളത്. പിന്നെ അടുത്തത് നമുക്ക് പാട്ട്. പാട്ട് എന്താ പറയണ്ടേ നല്ല കിടിലം പാട്ട്, പഞ്ചുണ്ട്. പക്ഷെ എന്താ പറയണ്ടേ ബീജത്തിൽ കുറച്ച് കുറവുള്ളതായി തോന്നുന്നു. അതായത് ഈ നമ്മളിപ്പോ എന്താ പറയണ്ടേ വർഷങ്ങൾക്ക് ശേഷം ജ്ഞാപകം നില പാട്ട് ഇങ്ങനെ ത്രൂ ഔട്ട് കേൾക്കുന്നില്ല, അതുപോലെ ഇതിൽ കേൾക്കാൻ പറ്റും. അതായത് ഒരേ ത്രൂ ബീജം തന്നെ ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ട് പക്ഷെ അത് ബോർ അടിപ്പിച്ചിട്ടില്ല. ഇതില് എന്താ പറയുക അത് കുറച്ചും കൂടി നല്ലൊരു വേർഷൻസ് ഓഫ് ബീജം ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയാണ്. മനസ്സിലായി? നമ്മൾ ഈ മാസം കാണിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ബീജം തന്നെ കുറച്ചും കൂടി റിവേർബ് ഒക്കെ ചെയ്ത് അത് കുറച്ചും കൂടി മാറ്റങ്ങളൊക്കെ വരുത്തി ഈ ലോഫി മോഡലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഉണ്ടാവുമായിരുന്നു. ഒരു സജഷൻസ് അതൊന്നും ഈ സിനിമയെ ബാധിച്ചിട്ടില്ല. ഫസ്റ്റ് ഓഫ് ഓൾ പറയാം, അത് എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറഞ്ഞ. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞത് അഭിനയിച്ച ആൾക്കാരെ ഞാൻ പറഞ്ഞല്ലോ, പ്രഭാസ് സാർ ഇതിൽ എന്താ ഒരു ഫുൾ കോമഡി റോളിൽ അഭിനയിച്ച. കോമഡി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് ഒരു എന്താ പറയുക കോമഡി മൂപ്പർ മാസ് കാണിക്കുന്നുണ്ട്, അതിനനുസരിച്ചൊരു കോമഡി ഉണ്ട്. പിന്നെ അമിതാഭ് ബച്ചൻ സാറ് ഒന്നാമതേ മൂപ്പറ നല്ല ഹൈറ്റ് ഉണ്ട്, ഒരു 6 അടി മുകളിലുണ്ടോ. ഈ സിനിമയിൽ മൂപ്പർ 8 അടി ഉണ്ട്, ജയന്റാ. ഇങ്ങനെ നോക്കും എല്ലാവരും മൂപ്പറ. എന്താ പറയുക മൂപ്പർ ഇതിൽ അശ്വത്ഥാമാവ് ദ്രോണാചാര്യന്റെ പുത്രനായ അശ്വത്ഥാമാവിന്റെ റോളാണ് ചെയ്യുന്നത്. അതെന്താ പറയുക അത് മൂപ്പരല്ലാണ്ട് വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല. 80 വയസ്സിന് മുകളിലായി. എന്തിനാ മൂപ്പറുടെ ആ ഒരു ഫൈറ്റിങ്ങിന്റെ ഒരു ബോഡിയുടെ ഒഴുക്കൊക്കെ ഉണ്ടല്ലോ. എന്താ പറയാ ശരിക്കും പറഞ്ഞ നായകൻ അമിതാഭ് ബച്ചൻ സാർ. കൽക്കി 1 നായകൻ അമിതാഭ് ബച്ചൻ സാറാണ്, അത് കൺഫേമാ. കാരണം ഇവൻ ക്രെഡിറ്റ്സിൽ പോലും ഫസ്റ്റ് കാണിക്കുന്ന അശ്വത്ഥാമാവ് അമിതാഭ് ബച്ചൻ എന്നാണ്. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ക്യാരക്ടേഴ്സിന്റെ പേര് കാണിക്കുന്നുള്ളൂ. മൂപ്പർ തന്നെയാണ് നായകൻ. ആ ഒരു എന്താ പറയുക ആ ഒരു ആക്ടറിനെ ആ ഡയറക്ടർ ഫുള്ളി യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്, ഫുൾ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തത് ദീപിക പടുക്കോൺ മാം എന്താ പറയുക അത്യാവശ്യം നല്ല രീതിക്ക് അഭിനയിച്ചിട്ടുണ്ട്. എന്താ പറയുക ആ ഒരു ചില സീൻസിലൊക്കെ വരുമ്പോഴത്തേക്ക് ശരിക്കും നമുക്ക് സങ്കടം തോന്നും. അപ്പൊ ആ ഒരു കുഞ്ഞിനൊക്കെ ക്യാരി ചെയ്ത് പോകുമ്പോൾ നിങ്ങൾ ട്രെയിലർ കണ്ടില്ല, ആ സീൻസൊക്കെ അതിൽ ഡെപ്തിൽ ഒരുപാട് സീൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ ശരിക്കും നമുക്ക് എന്താ പറയുക സാറ്റിസ്ഫൈഡ് ആവും. അടുത്തത് ഞാൻ പറഞ്ഞ വില്ലനൊക്കെ അഭിനയിച്ച മൂപ്പര്, അയാള് അടിപൊളിയായിരുന്നു കേട്ടോ. അയാളുടെ പേര് എനിക്ക് അറിയില്ല, ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയില്ല. ബട്ട് അയാൾ നൈസായിരുന്നു. അയാളുടെ റോൾ അയാൾ പക്ക ഒരു ജനറലിന്റെ റോളാണ് മൂപ്പർ നൈസായി ചെയ്ത്. പിന്നെ അടുത്തത് നമ്മളെ സുപ്രീം യാസ്കിൻ, അതായത് കമൽഹാസൻ സാർ. ഇതിൽ 20 മിനിറ്റ് മൂപ്പർക്ക് റോളില്ല ഈ കൽക്കി 1. അതിൽ ഫസ്റ്റത്തെ പോർഷൻ ഓക്കെ, ഫസ്റ്റത്തെ പോർഷൻ നമുക്ക് കാണുമ്പോൾ എല്ലാവരും തിയേറ്റർ നല്ല കൂക്കല വിളിയൊക്കെ ആയിരുന്നു, നൈസായിരുന്നു. ക്ലൈമാക്സിൽ ഒരു സംഭവം, അതായത് 2 അതായത് കൽക്കി 1, 2, 3 3 പാർട്ടിൽ ഇറങ്ങുന്ന സിനിമ എന്നാ കേട്ടെ. അടുത്ത ഭാഗത്തിൽ എന്താ പറയുക മൂപ്പരാണ് വില്ല. അത് ഒഫീഷ്യലി അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. കൽക്കി 1 20 മിനിറ്റ്സും കൽക്കി 2 90 മിനിറ്റ്സ് മൂപ്പറുടെ റോളുണ്ട്, 90 മിനിറ്റ്സ്. അതെന്തായാലും നമുക്ക് ഈ സിനിമ നിങ്ങൾ കാണുമ്പോൾ ഇതിന്റെ ക്ലൈമാക്സ് എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കമൽഹാസൻ സാറ് ആരാണ് ഈ സുപ്രീം യാസ്കിൻ, മൂപ്പർക്ക് എങ്ങനെ ഇത്രയും പവർ കിട്ടിയതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അത് 1.5 റോളാണ്. 1.5 റോൾ എന്ന് പറയുമ്പോൾ നമുക്കിങ്ങനെ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഉണ്ട് ഇതില്, അത് കാണുമ്പോൾ രോമാഞ്ചം വരും. അത് തരിപ്പ് പോവില്ല, അങ്ങനെ ഒരു സിനിമ അത്. പിന്നെ അടുത്തത് എന്താ പറയാ ഞാൻ പറഞ്ഞില്ല ഒരുപാട് ക്യാമിയോസ് ഉണ്ട്. അന്നവൻ നല്ല വൃത്തിക്ക് അഭിനയിച്ചിരുന്നു, DQ ഇവർക്ക് അടിപൊളിയായിട്ട് അഭിനയിച്ചു, അവരുടെ റോള് പക്കയായി ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ ഒരുപാട് ക്യാമിയോസ് വരുന്നുണ്ട്, ഒരുപാട് ക്യാമിയോസ് വരുന്നുണ്ട്. ഇതൊന്നും ഞാൻ പറഞ്ഞ സ്പോയിലർ, ഞങ്ങൾക്കറിയാം ഇത്രയും പറഞ്ഞത് സ്പോയിലർ ആയിട്ടുണ്ടോ നിങ്ങൾ, കാരണം ആ ഒരു ഫീലില് പറഞ്ഞു പോന്നെയാ. ശരിക്കും പറഞ്ഞാൽ ആ സിനിമ അങ്ങനെ ഉണ്ട്. സിനിമ ആ ഒരു അത്രയും വെൽ ബിൽഡ് എന്നൊക്കെ പറയില്ല അങ്ങനെ. ഇതിനൊക്കെ നമ്മൾ എന്താ പറയുക ഹാറ്റ്സ് ഓഫ് കൊടുക്കേണ്ടത് ഡയറക്ടറിന് എടുത്താ നാഗ് അശ്വിൻ സാർ. കാരണം എന്താ പറയുക മൂപ്പര് പൈസക്ക് പണിയെടുത്തിട്ടുണ്ട്. ഒരു പൈസ മൂപ്പര് എന്താ വെറുതെ കളഞ്ഞില്ല, ഒരു ഓട്ടണ പൈസ പോലും വെറുതെ കളയില്ല എന്ന് പറഞ്ഞില്ലേ. മൂപ്പര് കംപ്ലീറ്റ്ലി യൂട്ടിലൈസ് ചെയ്തതിന്. അതായത് ഇതേ ബഡ്ജറ്റിലാണ് കഴിഞ്ഞ വർഷം ആദിപുരുഷ് ഇറങ്ങിയത്. അതിന്റെ അവസ്ഥ നമ്മൾ കണ്ടേന്നല്ലോ. എന്നാൽ ഇത് അതുപോലെയല്ല, ഇത് വേറെ ലെവലാണ്. അതുകൊണ്ട് കംപ്ലീറ്റ് പൈസ യൂസ് ചെയ്തതിന്. പിന്നെ VFX അടുത്തത് ആ ഒരു ഒറിജിനാലിറ്റി ഉണ്ടല്ലോ, ആ വേൾഡിന് ബിൽഡ് ചെയ്തെടുത്തിട്ട് ആ ഒറിജിനാലിറ്റി, ആ VFX
സെറ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ അടിപൊളി VFX ആണ്, നല്ല സൂപ്പർ വാർ സീക്വൻസ് ഒക്കെ വരുമ്പോഴത്തേക്കും ഈ അമിതാഭ് ബച്ചൻ സാറിന്റെ ഇവരൊക്കെ അടി വരുമ്പം ഉള്ള VFX അതൊക്കെ സെറ്റായിരുന്നു. പിന്നെ അടുത്തത് ആർട്ട് ടീം അടിപൊളിയായിരുന്നു, അവർ സെറ്റ് വർക്കൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ തെർമോക്കോള യൂസ് ചെയ്ത് നമുക്ക് മനസ്സിലാവും മറ്റേ സംഭവം ഈ തോക്കൊക്കെ ഇങ്ങനെ ആടും ചില സമയത്ത് ആയുധങ്ങൾ ഇങ്ങനെ പേപ്പറിൽ ഇങ്ങനെ ആടും. അപ്പൊ അതൊന്നും ഈ സിനിമയെ ബാധിച്ചില്ല ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പോ എന്താ പറയുക, ഞാൻ ഇനിയും പറഞ്ഞപ്പോൾ ഞാൻ കഥ മൊത്തം പറഞ്ഞു, എനിക്കറിയാം, കാരണം ഈ വീഡിയോ അത്രയും നീണ്ടു, 10 മിനിറ്റ് ഏകദേശമായി. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ബെൽ ബട്ടൺ എല്ലാം അമർത്തി വെക്കുക. ഉറപ്പായിട്ടും കാണാം, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇത് പൈസ വേസ്റ്റ് ആവില്ല, ഷുവർ ആയിട്ട് പറയുന്നത്. അപ്പോ ദിസ് ഇസ് മീ വണ്ടർ വാസു സൈനിങ് ഔട്ട്.